ഷിയാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ന്യൂ ഇയർ ദിവസം രാത്രി റൂവയ്ക്കൊപ്പം ചെലവഴിക്കാമെന്ന് കരുതി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീടിനടുത്തെത്തിയപ്പോഴാണ് ഷിയാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടത്. അവർക്കൊരു ശല്യമാകാതെ റൂവ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞ ഷിയാൻ ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഷിയാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവളുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ അവൻ വാങ്ങി പിടിക്കുന്നുണ്ട്. ഇവിടെ വളരെ അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് തിരികെ വന്നത് എന്നാണ് അവൻ പറഞ്ഞത്. അവൾ ഫ്രണ്ട്സിനൊപ്പം അന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നേരത്തെ എന്താണ് പറയാതിരുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾ അപ്പോൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവൻ അവളെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഞാൻ ഫ്രണ്ട്സിനൊപ്പം സമയം ചെലവഴിക്കാൻ പ്ലാൻ ചെയ്തതൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് അവർ എനിക്ക് കൂട്ടിനുമായി വന്നതാണ്. ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയപ്പോൾ പിന്നെ ഹോട്ട്പോട്ട് ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞ് അവൾ വണ്ടിയിലിരിക്കുമ്പോൾ അവൻ്റെ പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ജാടയിട്ടിരിക്കുകയാണ്. അവസാനം അവൾ കുറച്ച് ക്യൂട്ടായി അഭിനയിച്ചപ്പോൾ അവൻ പിണക്കമൊക്കെ മറന്നു പുഞ്ചിരിക്കുന്നു. ന്യൂ ഇയർ ദിവസം രാത്രി ഒരുമിച്ച് നക്ഷത്രങ്ങൾ കണ്ടാൽ കൊള്ളാമെന്ന് അവൾ ആഗ്രഹം പറഞ്ഞതിനനുസരിച്ച് അതിനുവേണ്ടിയായിരുന്നു അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. അതിനുവേണ്ട അറേഞ്ച്മെൻറ്റുകളൊക്കെ അവൻ നേരത്തെ വിദേശത്തിരുന്നുകൊണ്ട് തന്നെ ചെയ്തിരുന്നു. അതുമാത്രമല്ല, അന്ന് രാത്രി അവളെ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിച്ച് ഒരു വണ്ടി നിറയെ റോസാപ്പൂക്കൾ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നും ഒരു കാർഡ് കൊണ്ടുവരണമെന്നും ഒക്കെ അവൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അവൻ നേരത്തെ തന്നെ അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിരുന്നു എന്ന് റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഷീ അറിയുന്നത്. ജോലി തിരക്കിനിടയിലും അവൻ അതിനൊക്കെ സമയം കണ്ടെത്തിയത് അവളെ സന്തോഷിപ്പിക്കുന്നു. ഷിയ മുത്തശ്ശൻ്റെ വീട്ടിലാണ്. ഇടയ്ക്ക് സമയം കിട്ടിയ അവൾ യുവിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അപ്പോഴേക്കും അമ്മ അവളെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. യു ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ലാപ്ടോപ്പിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നതിനാൽ അവളുടെ മെസ്സേജ് വന്നതൊന്നും അറിഞ്ഞിരുന്നില്ല. അമ്മ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കഴിക്കാമെന്ന് കരുതി വിളിച്ചപ്പോഴാണ് അവൻ ഫോൺ എടുത്ത് നോക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അവനെ കാണാത്ത അമ്മ മുറിയിലേക്ക് വരുന്നു. അവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ട് ആർക്കാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അറിയാൻ അമ്മ ശബ്ദമുണ്ടാക്കാതെയാണ് വന്നെങ്കിലും അവൻ അതറിയുന്നുണ്ട്. അത് കാരണം അവൻ പെട്ടെന്ന് ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ എഴുന്നിട്ട് പോകുന്നു. അവൻ്റെ മറുപടി പ്രതീക്ഷിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ നോക്കിയിരിക്കുകയാണ് ഷീ. അവസാനം എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോഴാണ് അവൾ ഫോൺ മാറ്റിവെച്ചത്. ഗുവാൻജിയും അച്ഛനും അവർക്കൊപ്പം ന്യൂ ഇയർ ആഘോഷിക്കാനുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നിടയിൽ ഷിയാനോട് ബിസിനസിനെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ടൈമിൽ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അവൻ പറഞ്ഞിട്ടുള്ളത് ഓർപ്പിച്ച് അവൾ തന്നെ പിന്മാറുന്നു. ഇന്നത്തെ രാത്രി കഴിയുമ്പോൾ നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. 12 മണി ആഗ്രഹപ്പോഴേക്കും ഫയർ വർക്ക് കാണാൻ രണ്ടുപേരും കൂടി ബാൽക്കണിയിലേക്ക് പോകുന്നു. അവിടെ വേറെയും ഒരുപാട് കപ്പിൾസ് നിൽപ്പുണ്ട്. ഷുയിക്ക് തണുക്കുന്നു തോന്നിയപ്പോൾ അവൻ കോട്ട് കൊണ്ട് പൊതിഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ നിന്നുകൊണ്ട് രണ്ടുപേരും നക്ഷത്രങ്ങളുടെ ഭംഗി ആസ്വദിക്കുന്നു. ചുറ്റും എപ്പോഴും ഒരുപാട് ഫ്രണ്ട്സുള്ള റുവോ അന്തരാത്രി തനിച്ചിരിക്കുകയാണ്. ഗുവാൻജി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് അവൾ. അവനും അവളെ മിസ് ചെയ്യുന്നതിനാൽ ഇടയ്ക്ക് ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവളെ വിളിക്കുന്നുണ്ട്. വീട്ടിലാണ്, തനിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റുവോ കൂടുതലായി ഏതെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ ഷിയ അവനെ വന്ന് വിളിക്കുന്നത് ഫോണിലൂടെ കേൾക്കുന്നു. എപ്പോഴും അവൻ്റെ അടുത്തുള്ളതുപോലെ ഏതെങ്കിലും പെണ്ണരിക്കണമെന്ന് കരുതി അവൾ കൂടുതലൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ ഫോൺ വെക്കുന്നു. ഗുവാൻജിക്ക് അവളുടെ തെറ്റിദ്ധാരണ മാറ്റാനുള്ള ടൈം പോലും കിട്ടുന്നില്ല. കറക്റ്റ് 12 മണിയായപ്പോൾ ബാൽക്കണിയിലുണ്ടായിരുന്ന കപ്പിൾസ് എല്ലാം ന്യൂ ഇയറിലെ അവരുടെ ആഗ്രഹങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു. ഷിയാൻ തൻ്റെ ന്യൂ ഇയർ വിഷായി അവളെ പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ന്യൂ ഇയറിൽ ഡിജിറ്റൽ മാഗസിൻ പബ്ലിഷ് ചെയ്യാൻ എനിക്ക് പറ്റണം, കൂടുതൽ ആർട്ടിക്കിൾസ് എഴുതാൻ പറ്റണം എന്നൊക്കെ അവളുടെ ന്യൂ ഇയർ വിഷായി ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ കരിയർ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് അവൻ പറയാൻ വന്നത് വേണ്ടത് വെക്കുന്നു. സത്യത്തിൽ ആദ്യത്തെ ആഗ്രഹം വിളിച്ചു പോയി കഴിഞ്ഞപ്പോൾ അവനോടുള്ള ഇഷ്ടം അവളും തുറന്നു പറയാൻ തുടങ്ങിയതാണ്. സ്റ്റാർട്ടിംഗ് ട്രബിൾ കാരണം സംശയിച്ച് നിൽക്കുന്ന സമയത്താണ് ഹോട്ടൽ സ്റ്റാഫ് വന്നിട്ട് ഷിയാൻ ഓർഡർ ചെയ്ത പൂക്കളെത്തി കഴിയുമെന്ന് പറയുന്നത്. തനിക്ക് നൽകാൻ വേണ്ടിയായിരിക്കും അവൻ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയായിരിക്കും എന്നൊക്കെ ഓർത്ത് അവൾ സന്തോഷിച്ചാണ്. പക്ഷെ പറയാൻ വന്ന് ചീറ്റിപ്പോയത് കാരണം നിരാശനായിരുന്ന അവൻ ഇനിയിപ്പോൾ പ്രപ്പോസ് ചെയ്യേണ്ട എന്ന് കരുതി പൂക്കൾ തൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറയുന്നു. പൂക്കൾ അവന് തനിക്ക് തരാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞതോടെ അവൾ ആകെ നിരാശയാകുന്നു. അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ആദ്യം വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു എന്നോർത്ത് അവൾ വിഷമിക്കുന്നുണ്ട്. പക്ഷെ പരസ്പരമുള്ള തെറ്റിദ്ധാരണ പറഞ്ഞു തിരുത്താൻ അവർക്ക് സാധിക്കുന്നില്ല. നീയാണ് എനിക്കുള്ള ബെസ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് എഴുതിയ ഒരു കാർഡ് ഷിയാൻ അവൾക്ക് നൽകാനായി കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതവളെ കാണിക്കാതെ അവനെപ്പോൾ ഒളിച്ചു പിടിച്ചിരിക്കുകയാണ്. അവൻ തന്നെ തിരിച്ച് അവളെ വീട്ടിൽ കൊണ്ട് വിടുന്നുണ്ട്. അവൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് പോയപ്പോൾ അവൻ ഒരു തവണ തിരിച്ചു വിളിച്ചെങ്കിലും പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വണ്ടി വിട്ടു പോകുന്നു. ഒരു കാർ നിറയെ റോസാപ്പൂക്കൾ അറേഞ്ച് ചെയ്തിട്ട് അവനത് നൽകാതിരുന്നത് അവളുടെ മൂഡ് ശരിക്കും നശിപ്പിച്ചിരുന്നു. റൂമിലെത്തി കഴിഞ്ഞപ്പോൾ അവൾ റുവയെ വിളിച്ച് അതിനെക്കുറിച്ച് പറയുന്നു. കൂടുതൽ സംസാരിച്ചപ്പോഴാണ് അവൾ വിളിച്ചു പറഞ്ഞ ആഗ്രഹം കരിയറിനെ കുറിച്ചായിരുന്നു എന്ന് റുവ അറിയുന്നത്. അത് തന്നെയാണ് പ്രശ്നം, അതുകൊണ്ടായിരിക്കണം അവൻ പ്രപ്പോസ് ചെയ്യാതിരുന്നെന്ന് അപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്. താൻ തന്നെ ആയിരിക്കണം കുഴപ്പമെന്ന് ഷുയിക്കും തോന്നുന്നുണ്ട്. ഷുയി റൊമാൻറ്റിക് ലൈഫിനേക്കാൾ കരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെ കുറിച്ച് വീട്ടിലെത്തിയപ്പോഴും ഷിയാൻ ചിന്തിക്കുന്നുണ്ട്. അവൻ മൂഡ് ഓഫ് ആയിരുന്നെങ്കിലും അവൾ ഓൺലൈനിലുണ്ടെന്ന് കണ്ടപ്പോൾ ഉടൻ തന്നെ ഇതുവരെ ഉറങ്ങിയില്ലെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നു. അവൾ ഫോൺ കയ്യിൽ പിടിച്ച് അവനെന്താ മെസ്സേജ് അയക്കണം എന്ന് സംശയിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. ഒരിക്കൽ കൂടി പരസ്പരം ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് രണ്ടുപേരും ഉറങ്ങാൻ പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഷിയെ ഫോണും എടുത്ത യുവിനെ അന്ന് എന്താണ് പരിപാടി എന്നൊക്കെ മെസ്സേജ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുതിര ഫാമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഷിയാൻ റെഡിയായി ഇറങ്ങി വന്നത്. അവൾ പക്ഷെ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. സിറ്റിയിലൊക്കെ ന്യൂ ഇയറിന്റെ തിരക്കായതിനാൽ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയിരിക്കാമെന്ന് കരുതി റുവയും ഷുയും കൂടി അന്ന് കുതിര ഫാമിലേക്ക് വരുന്നു. ഷുയിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വരാമെന്ന് അങ്കിൾ ഗു പറഞ്ഞിട്ടുള്ളതിനാൽ മുൻകൂട്ടി പറയാതെയാണ് അവർ വന്നത്. ഷിയാനും ഗുവാൻജിയും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് രണ്ടു കൂട്ടരും മീറ്റ് ചെയ്യുന്നു. കാണാൻ ആഗ്രഹിച്ചിരുന്ന ആളെ തീരെ പ്രതീക്ഷിക്കാതെ കണ്ടതിൽ 4 പേര് ശരിക്കും എക്സൈറ്റഡ് ആകുന്നുണ്ട്. ഗുവാൻജിയാണ് ആദ്യം എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നത്. മുൻകൂട്ടി പറയാതെ വന്ന വിസിറ്റേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ശല്യമാകാതെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിക്കോളാമെന്ന് ഷീ അവനോട് പറയുന്നു. ഷിയാൻ അവളെ കണ്ടതിന്റെ സന്തോഷത്തിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കാമല്ലോ എന്ന് കരുതി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് അവൾ ഇങ്ങനെ പറയുന്നത് കേട്ടത്. അതോടെ അവൻ തിരിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. റുവോ അവിടെ ആദ്യം വരികയായിരുന്നതിനാൽ അവളെ അവിടെയൊക്കെ കാണിച്ചു കൊടുക്കാനായി ഗുവാൻജി തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഷിയാനെ ഒന്ന് നോക്കിയിട്ട് അവർക്ക് പുറകെ പോകുന്നുണ്ട്. അവൾ തൻ്റെ അടുത്തേക്ക് വരാത്തതിൻ്റെ കലിപ്പിലിരിക്കുകയാണ് ഷിയാൻ. അങ്കിൾ ഗുവും ചീഫിനെയും കൂട്ടി ഈ സമയം അവിടേക്ക് വരുന്നുണ്ട്. ദൂരെ നിന്ന് തന്നെ ചീഫ് ഷുയെയും മറ്റും കാണുന്നു.
തങ്ങളുടെ റിലേഷനെ പറ്റി ഇപ്പോൾ അവരെ ആരെയും അറിയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ചീഫ് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അങ്കിൾ അവരെ വൈനറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്കിൾ ഗുവിനെയും ഷിയാനെയും ഒക്കെ ഷുയി ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതാണല്ലോ. അതേപോലെ തന്നെ തൻ്റെ ഒരു ഇന്റർവ്യൂ അവളെ കൊണ്ട് എടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള നിലയിൽ ഒന്നും ആയിട്ടില്ല. ഭാവിയിൽ എന്തെങ്കിലും അതിന് സാധിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗുവാൻജി അവരോട് വിശേഷങ്ങൾ പറഞ്ഞു നൽകുന്നുണ്ട്. അതിനുശേഷമാണ് കുതിരകളുടെ ഭാഗത്തേക്ക് അവൻ അവരെ കൂട്ടിക്കൊണ്ട് പോയത്. ഈ സമയത്ത് ഷുയിൽ ഒരിക്കൽ കൂടി ഷിയാനിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. അവൻ പക്ഷേ അപ്പോഴും ചാടിയിട്ടിരിക്കുകയാണ്. അത് കാരണം അവൾ കൂടുതലൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകുന്നു. അവൾ തന്നെ കൂട്ടാതെ പോയത് അവനെ ഒന്നുകൂടി ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഗുവാൻജി അവരെ ഹോഴ്സ് റൈഡിങ്ങിന് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിലാണ്. അതിനുവേണ്ടി 2 കുതിരകളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് എങ്ങനെയാണ് ഹോഴ്സ് റൈഡിങ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം എന്നൊക്കെ അവൻ അവരോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ അതിന് മാത്രം അടുപ്പമായെന്ന് ചോദിച്ച് ഷിയാൻ അവിടേക്ക് വരുന്നു. ഷുയി തൻ്റെ അടുത്തേക്ക് വരാത്തതിൻ്റെ ദേഷ്യം മുഴുവൻ അവൻ ഗുവാൻജിയോട് തീർക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇറങ്ങുന്ന ഷുയിയോടും ദേഷ്യപ്പെടുന്നു. അവൻ്റെ ദേഷ്യത്തിന് കാരണം എന്താണെന്ന് അവൾക്കൊട്ട് മനസ്സിലാകുന്നുമില്ല. അവസാനം അവനെ അവോയ്ഡ് ചെയ്തിട്ട് അവർ 3 പേര് കൂടി റൈഡിങ്ങിന് വേണ്ടി ഡ്രസ് ചേഞ്ച് ചെയ്യാനായി പോകുന്നു. നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഇന്നലെ നീ പറയുന്നത് നോക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇത്ര പെട്ടെന്ന് എന്ത് പറ്റിയെന്നൊക്കെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുന്നതിന് മുമ്പായി റുവോ ഷിയോട് ചോദിക്കുന്നതും അവൻ എന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഷീ പറയുന്നതും അവർക്ക് പുറകെ വന്ന ഷിയാൻ കേൾക്കുന്നു. അവർ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നിനക്കെന്താണ് പറ്റിയത്? നീ എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ അവളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നിന്നെക്കുറിച്ച് വളരെ മനോഹരമായ ആർട്ടിക്കിൾ ഒക്കെ റെഡിയാക്കിയതല്ലേ. കുറച്ച് സമയം അവർ ഇവിടെ സന്തോഷമായി ചിലവഴിച്ചിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചുകൂടെ എന്നൊക്കെ ഗുവാൻജി അവനെ ഉപദേശിക്കുന്നുണ്ട്. അവൻ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാത്തതുപോലെ ഡ്രസ്സിംഗ് റൂമിനുള്ളിലേക്ക് കയറുന്നു. 2 മുറികളിലായി ഡ്രസ് ചേഞ്ച് ചെയ്തതിടയിൽ അവർ തമ്മിൽ അവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം മുൻകൂട്ടി പറയാതിരുന്നത് എന്തുകൊണ്ടായിരിക്കണം ഷിയാൻ ദേഷ്യപ്പെട്ടത്? എന്തൊക്കെയാണെങ്കിലും അവൻ ഇത്രയധികം ദേഷ്യപ്പെടുന്നതിന്റെ അർത്ഥം അവൻ നിന്റെ കാര്യത്തിൽ വളരെയധികം കെയർ ചെയ്യുന്നുണ്ടെന്നാണ്. ഇന്നലെ നീ പറയുന്നത് കേട്ടപ്പോൾ നീ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മാത്രം അകലെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം എല്ലാം കൂടി നശിപ്പിക്കരുത്. നീ കുറച്ച് സോഫ്റ്റായി പെരുമാറിയാൽ അവൻ്റെ പിണക്കമൊക്കെ മാറിക്കോളും എന്നൊക്കെ റുവോ അവളെ ഉപദേശിക്കുന്ന അവൻ കേൾക്കുന്നു. ഇതിനിടയിൽ അവൻ്റെ കൈ അബദ്ധത്തിൽ ആ മുറിയുടെ കീഴിൽ തട്ടിയൊരു ശബ്ദമുണ്ടാകുന്നു. പുറത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലായതോടെ അവർ 2 പേരും നിശബ്ദരാകുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ പേരും വിളിച്ചുകൊണ്ട് ഗുവാൻജി അകത്തേക്ക് വന്നത്. അതോടെ പുറത്തുള്ളത് ഷിയാൻ തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. തങ്ങൾ പറഞ്ഞ് അവൻ കേട്ട് കാണുമെന്ന് ഓർത്ത് 2 പേരും പേടിക്കുന്നുണ്ട്. ഷിയാൻ ഗുവാൻജിയോട് പുറത്തേക്ക് പോകാൻ ആഗ്യം കാണിക്കുന്നതിനാൽ അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഡോറയുടെ ശബ്ദം കേട്ടപ്പോൾ 2 പേരും പുറത്തു പോയി എന്ന് കാണും എന്ന് കരുതി റുവോ വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നു. നമ്മൾ പറഞ്ഞത് അവൻ കേട്ട് കാണുമോ? എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ? ഞാൻ വേഗം പോയി അവനോട് സോറി പറയാം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അങ്ങനെ കേൾക്കുന്നത് മാത്രം വിശ്വസിച്ച് എന്നെ വിലയിരുത്താനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അവന് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ട്, എന്താണ് കാര്യമെന്ന് എന്നോട് നേരിട്ട് ചോദിക്കും. ചില സമയത്ത് അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരുപാട് അകലം ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് അവൻ ഒരു പട്ടം പോലെയാണ്. 1 മിനിറ്റ് എനിക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്താണ് അവൻ എന്ന് തോന്നുമെങ്കിൽ അടുത്ത മിനിറ്റിൽ അവൻ ഒരുപാട് ദൂരത്താണെന്ന് തോന്നും എന്നൊക്കെ അവൾ പറയുന്നു. ഷിയാൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് റുവ ഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. കർട്ടൻ മാറ്റിയപ്പോൾ തന്നെ അവൾ അവനെ കാണുന്നു. പക്ഷേ ഷുയിക്ക് സൂചന നൽകുന്നതിന് മുമ്പ് തന്നെ അവൻ വിലക്കുന്നതിനാൽ അവൾക്ക് ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് പോകേണ്ടി വരുന്നു. ഗുവാൻജി വാതിലിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ സ്കാർഫ് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അവനത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഷിയെ വിളിക്കാൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും അവൾ അവനെ തടയുന്നു. ഷിയാൻ ഈ സമയം ഷുയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു. പെട്ടെന്ന് അവനെ അവിടെ കണ്ട് അവൾ ആകെ വല്ലാതെ ആകുന്നുണ്ട്. ബെൽറ്റിലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. ആ സമയം അവൻ അവളുടെ പുറകിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അവളെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഇന്നലെ രാത്രി കൂടി നമ്മൾ മെസ്സേജ് അയച്ചതല്ലേ, പിന്നെ നമുക്കിടയിൽ അകലമുണ്ട് എന്ന് നിനക്ക് എന്തുകൊണ്ടാണ് തോന്നിയതെന്ന് ചോദിക്കുന്നു. അവൻ അത്ര അടുത്ത് വന്ന് അങ്ങനെ നിൽക്കുന്നത് കാരണം അവളാകെ ടെൻഷനായി നിൽക്കുകയാണ്. അതുകൊണ്ട് മറുപടി ഒന്നും പറയാതെ അവനെ നോക്കുക മാത്രമേ ചെയ്യുന്നു. അവളുടെ കവളിൽ ഒരു നുള്ളു കൊടുത്തിട്ട് അവൻ വേഗം പുറത്തേക്കിനെ പോകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഷിയ ഇതുവരെ റെഡി ആയില്ലെന്ന് അവനെ കണ്ടപ്പോൾ ഗുവാൻജി ചോദിക്കുന്നു. അവൾ ഇങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും കുറച്ച് പതുക്കെയാണ് ചെയ്യുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോയി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് റോ വേഗം അവനെ ഇടന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. കുറേ ദിവസങ്ങളെ അവനോട് മിണ്ടാൻ കാണിച്ചിരുന്ന മസിൽ പിടുത്തമൊക്കെ അവസാനിപ്പിച്ച് അവൾ അവനോട് ഫ്രീ ആയി സംസാരിക്കുന്നുണ്ട്. അവൾ മുമ്പ് കുതിരപ്പുറത്ത് കയറിയിട്ടില്ലാത്തതിനാൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് കുതിരപ്പുറത്ത് കയറുന്നു. ഇടയ്ക്കെന്തോ പറയാനേ അവൾ മുഖം തിരിച്ചപ്പോൾ 2 പേർക്കും എന്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടായതിൽ 2 പേർക്കും ഹാപ്പിയാണ്. ഷുയി റെഡിയായി വന്നപ്പോൾ ഷിയാൻ കുതിരയുമായി അവളുടെ അടുത്തേക്ക് ചേരുന്നു. മുമ്പൊരു തവണ അവൻ്റെ ഒപ്പം കുതിരപ്പുറത്ത് കയറിയപ്പോഴുണ്ടായ ദുരനുഭവം ഓർത്ത് അവൾ കുറച്ച് പുറകിലേക്ക് മാറുന്നുണ്ട്. അത് മനസ്സിലായതുപോലെ അന്ന് ഇവന് നിന്നെ പരിചയമില്ലായിരുന്നു, ഇന്ന് അങ്ങനെയല്ല കാര്യം, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ ധൈര്യം നൽകുന്നു. അവൾ പിന്നെയും സംശയിച്ച് നിൽക്കുന്ന കണ്ട് ഞാൻ എടുത്ത് കയറ്റണമെന്ന് ചോദിച്ച് അവൻ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ വേഗം ഓടിച്ചെന്ന് തനിയെ കയറുന്നു. പുറകെ അവനും കയറുന്നുണ്ട്. നേരത്തെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കിടന്നതിനെക്കുറിച്ചൊന്നും അവൻ ചോദിക്കാത്ത എന്താണെന്ന് അവൾ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ റൈഡിങ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതോടെ തങ്ങൾ പറഞ്ഞ് അവൻ കേട്ടു എന്ന് അവൾ ഉറപ്പാക്കുന്നു. ആദ്യം അവനെ ഇന്റർവ്യൂ ചെയ്യാനായി അവൾ കുറേ പുറകെ നടന്നതല്ലേ, ഈ കുതിര ഫാമിലേക്ക് വരാൻ പോലും അന്ന് അവൾ തയ്യാറായി. എന്തായിരുന്നു അതിന് കാരണം എന്നാണ് അവൻ ചോദിച്ചത്. അന്ന് നിന്റെ ഇന്റർവ്യൂ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, അതുകൊണ്ടാണ് ആദ്യം ഞാൻ സമീപിച്ചതെന്ന് അവൾ പറഞ്ഞപ്പോൾ ആദ്യം അതായിരുന്നു ഉദ്ദേശമെങ്കിൽ പിന്നീട് എന്തായിരുന്നു നിന്റെ ഉദ്ദേശം എന്നവൻ വീണ്ടും ചോദിക്കുന്നു. എക്സ് ബോയ് ഫ്രണ്ടിനോട് പ്രതികാരം ചെയ്യുക എന്ന ഉദ്ദേശമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവനെപ്പോലെ സുന്ദരനായ ഒരാളെ സ്വന്തമാക്കാൻ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത്? മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ എനിക്ക് നിന്നോട് താല്പര്യം തോന്നി, അതുകൊണ്ടാണ് ഞാൻ പുറകെ നടന്നതെന്ന് അവൾ പറയുന്നു. പക്ഷെ അവൾ പറയുന്നത് ഒട്ടും ആത്മാർത്ഥതയില്ല എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് അവൻ കൂടുതലൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടി അവൾ വേഗം അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൾ ഇതുവരെ പൂർണ്ണമായും തന്നോട് മനസ്സോർന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അവൾ തന്നെ അതിന് മുന്നോട്ട് വരുന്നവരെ ക്ഷമിക്കാൻ തന്നെയാണ് അവൻ്റെ തീരുമാനം. അവൻ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് റുവോയും ഗുവാൻജിയും കൂടെ അവരുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചതിനാൽ തിരികെ പോകാമെന്ന് റുവോ പറഞ്ഞപ്പോൾ ഗുവാൻജി അവൻ്റെ വണ്ടിയിൽ അവളെ കൊണ്ടുവിടാം എന്ന് ഓഫർ ചെയ്യുന്നു.
അതുകൊണ്ട് ഷിയോട് ഷിയാന്റെ വണ്ടിയിൽ പോയിക്കോളാൻ റുവോ തന്നെ പറയുന്നു. ഷിയാൻ അത് സമ്മതിക്കുന്നുണ്ട്. ഫാമിലേക്ക് പോകാൻ ഷിയാൻ വിളിച്ചിട്ടും കൂടെ പോകാതെ ഷിയെ വീട്ടിൽ കുത്തിയിരുന്ന് യുവിന് മെസ്സേജ് അയക്കുകയാണ്. സ്വിമ്മിങ്ങിന് പോയിരിക്കുകയായിരുന്ന അവൻ കുറെ കഴിഞ്ഞപ്പോഴാണ് അവളുടെ മെസ്സേജ് കണ്ടപ്പോൾ അവൻ റിപ്ലൈ നൽകുന്നു. അവൻ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല, ഇപ്പോഴും വീട്ടിൽ തന്നെയാണെന്ന് അവൾ അപ്പോഴാണ് അറിയുന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാൻ അവൾ ക്ഷണിക്കുന്നുണ്ട്. ഗുവാഞ്ചി റുവയെ തിരികെ അവളുടെ ഫ്ലാറ്റിനെടുത്തുകൊണ്ട് വിട്ടെങ്കിലും ഒരു പരിചയമില്ലാത്ത പോലെ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഷീ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവും ആകെ അസ്വസ്ഥയായിരുന്നു. തന്റെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഷിയാനെ സമീപിച്ചതെന്നുള്ള സത്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തങ്ങൾക്കിടയിലുള്ള റിലേഷൻ പോലും ഇല്ലാതായി പോകുമെന്നുള്ള പേടിയിലാണ് അവൾ. അവനോട് സത്യം പറയണമെന്നുണ്ടെങ്കിലും അവനെ നഷ്ടപ്പെടുമെന്നുള്ള പേടി കാരണം അവൾക്ക് അതിനുള്ള ധൈര്യമില്ല. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് അവൾ ഇന്റർനെറ്റിലൊക്കെ പരതി നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും കിട്ടുന്നില്ല. അങ്കിൾ ഗു ലവറായ ചീഫ് ടാങ്ങിനെ വൈനറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നല്ലോ. കുറെ നേരം പിയാനോ ഒക്കെ വായിച്ച് കേൾപ്പിച്ച് അവർ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് പീരീഡിലാണ്. ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഈ ഒരു സ്റ്റേജ് അവസാനിപ്പിച്ച് തങ്ങളുടെ റിലേഷനെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ താല്പര്യമുണ്ട്. വിവാഹം കഴിച്ചവരെ കൂടെ കൂട്ടാൻ താല്പര്യമുണ്ടെന്നുള്ള വിവരം അദ്ദേഹം ചീഫിനെ അറിയിക്കുന്നു. ചീഫ് ഇതിനു മുമ്പ് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനായ ഗുവാഞ്ചി തന്നെ അമ്മയുടെ സ്ഥാനത്തേക്ക് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ആശങ്കയുണ്ട്. അതൊക്കെ അവർ തുറന്നു പറയുന്നു. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞ് അദ്ദേഹം സമാധാനിപ്പിക്കുന്നുണ്ട്. അവർ റെഡിയാകുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്നും അറിയിക്കുന്നു. അവർക്ക് കോൺഫിഡൻസ് നൽകുന്ന കൂട്ടത്തിൽ നമ്മൾ ചെറുപ്പക്കാരെ കണ്ടുപിടിക്കണം. ഷിയാനും ഷിയും ഒക്കെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ എത്ര ധൈര്യത്തോടെയാണ് റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ റിലേഷനെ പറ്റി ചീഫ് അറിയുന്നു. യു സ്വിമ്മിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവൻ ഫുഡ് നൽകുന്ന കൂട്ടത്തിൽ ഷിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എവിടെ വരെയായി, വല്ല പ്രോഗ്രസും ഉണ്ടോ എന്ന് അമ്മ അന്വേഷിക്കുന്നു. ഡേറ്റ് ചെയ്യണോ വിവാഹം കഴിക്കണോ എന്നൊക്കെയുള്ളത് അവരുടെ തീരുമാനമാണ്. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡായി കൊണ്ടുപോകണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവൻ പറയുന്നു. അവൻ അവളോട് താല്പര്യമുള്ളത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ എതിർപ്പ് പറയാത്തത്. ഇതുവരെ അവനത് തിരിച്ചറിയാഞ്ഞിട്ടാണ്. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കുറച്ചുകൂടി വേഗത്തിൽ കൊണ്ടുപോകാൻ ഉപദേശിച്ചിട്ടാണ് അമ്മ വിട്ടത്. ഷിയോട് താല്പര്യം ഉണ്ട് എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് അവനും തിരിച്ചറിയുന്നത്. റൂമിലെത്തിയ ശേഷം അവൻ അവൾക്ക് മെസ്സേജ് അയച്ചു നോക്കുന്നു. ഷുയി ചെറുതായിട്ട് ഒന്ന് മയങ്ങിയിരുന്നെങ്കിലും മെസ്സേജ് വന്ന സൗണ്ട് കേട്ടപ്പോൾ ഫോൺ എടുത്ത് അപ്പോൾ തന്നെ റിപ്ലൈ നൽകുന്നു. പക്ഷേ റിപ്ലൈ നൽകിക്കൊണ്ടിരിക്കുന്നിടയിൽ അവൾക്ക് ചീഫിന്റെ കോൾ വരുന്നു. ഷിയാനും അവളും റിലേഷനിലാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ചീഫ് വിളിച്ചത്. ആരാണ് ഈ ഗോസിപ്പ് പറഞ്ഞത്? ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ വയ്ക്കുന്നു. കാൽ വന്നതുകൊണ്ടാണ് റിപ്ലൈ നൽകാൻ ലേറ്റായത് എന്ന് പറഞ്ഞ് അവൾ യുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഡിലേ വന്നതുകൊണ്ട് അവൻ തൽക്കാലം കൂടുതലൊന്നും പറയാതെ നിർത്തുന്നു. ഷിയാൻ ഷിയുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ആകെ അസ്വസ്ഥനാണ്. അവൻ കാര്യമായി എന്തോ ചിന്തിച്ച് നിൽക്കുന്ന കണ്ട് ഷിയെ അവന്റെ അടുത്തേക്ക് ചെന്ന് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുന്നു. അവൻ അങ്ങനെയൊന്നും തുറന്നു പറയുന്ന കൂട്ടത്തിലല്ലോ. അവൾ തന്നെ ഗസ്റ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അവസാനം ഗേൾഫ്രണ്ട് കള്ളം പറയുന്നതാണ് പ്രശ്നം എന്ന് അവൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു പെണ്ണ് കള്ളം പറയണമെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നുകിൽ അവൾക്ക് അങ്കിളിനെ തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാമത്തേതായിരിക്കാനാണ് സാധ്യത. സത്യം പറഞ്ഞു കഴിയുമ്പോൾ അങ്കിളിനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കാരണമായിരിക്കണം അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത്. അതിന്റെ അർത്ഥം അങ്കിളിനോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നാണ് എന്നൊക്കെ ഷിയെ പറയുന്നു. ഫാമിലി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കേട്ട സംസാരത്തിൽ നിന്നും അവൾ തന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നിയ കാര്യം അവൻ അപ്പോൾ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഷിയെ പറയുന്നതിൽ കാര്യമുണ്ടെന്നും അവൻ ചിന്തിക്കുന്നു. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ഇതൊക്കെയാണോ നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ച് അവളെ വഴക്ക് പറഞ്ഞിട്ട് അവൻ അകത്ത് കയറി പോകുന്നു. അങ്കിളിന് ഇത്രയും പ്രശ്നത്തിലാക്കിയിരിക്കുന്ന പെണ്ണാരാണെന്ന് ഷിയെ അപ്പോഴും സംശയിക്കുന്നുണ്ട്. ഗുവാഞ്ചി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അടുത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരം അച്ഛൻ അവനോട് പറയുന്നു. അച്ഛൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് മനസ്സിലാകുന്നതിനാൽ അവൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും എതിർപ്പ് കാണുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നെങ്കിലും അവൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എത്രയും പെട്ടെന്ന് അവർ ഒരുമിക്കുന്നതിനാണ് അവൻ സപ്പോർട്ട് ചെയ്തത്. ഉടനെ തന്നെ അവരെ മീറ്റ് ചെയ്യാൻ തയ്യാറാണെന്നും അറിയിക്കുന്നു. ആളാരാണെന്ന് അദ്ദേഹം അപ്പോഴും പറഞ്ഞിട്ടില്ല. അവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചീഫിനെ വിളിച്ച് അവനുമായി സംസാരിച്ചതിനെക്കുറിച്ച് പറയുന്നു. അവനെ ഉടനെ തന്നെ അവളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അറിയിക്കുന്നു. തന്റെ ഷെഡ്യൂൾ ചെക്ക് ചെയ്തിട്ട് ഫ്രീ ടൈം നോക്കി അറിയിക്കാമെന്ന് പറഞ്ഞാണ് ചീഫ് വെച്ചത്. അടുത്ത ദിവസം ഷിയാൻ യുവിനെയും ഗുവാഞ്ചിയെയും കൂട്ടി സൻലാൻ പോലെ തന്നെ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു കമ്പനി സന്ദർശിക്കുന്നു. രണ്ട് ചെറുപ്പക്കാരാണ് കമ്പനിയുടെ നടത്തിപ്പുകാർ. അവർ ഒരുമിച്ച് പഠിച്ചതാണ്. പഠിത്തം കഴിഞ്ഞ് മറ്റേതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്തതിനെ പോലെ സ്വന്തമായി ബിസിനസ് തുടങ്ങിയതാണ്. അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭൂരിഭാഗവും അവർ ടെക്നോളജിക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാബിനാണ് ഏറ്റവും കൂടുതൽ സ്ഥലം കമ്പനിയിൽ നൽകിയിരിക്കുന്നത്. ഓഫീസൊക്കെ ചെറിയൊരു ഭാഗത്തേക്ക് ചുരുക്കിയിരിക്കുകയാണ്. മൊത്തത്തിൽ അവരുടെ നടത്തിപ്പും കാര്യങ്ങളും അവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം ഷിയാനും കൂടെയുള്ളവർക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നു. അവരുടെ കമ്പനിയെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കാൻ ഉടനെ തന്നെ ഒരു ടീമിനെ അവിടെ അയക്കാം. അവരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് തീരുമാനിക്കാമെന്ന് അറിയിച്ചിട്ടാണ് ഷിയാൻ പോയത്. ഷുയി ഷിയാന്റെ ഗേൾഫ്രണ്ട് ആണ് എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ യുലിങ്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഒരു കാര്യമില്ലാതെ അവൾ ഷുയിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അന്നും അവൾ അങ്ങനെ ഒരു സോപ്പിടൽ നടത്തുകയുണ്ടായി. എന്താണ് അതിന് കാരണമെന്നൊന്നും ഷുയിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അവൾ പറഞ്ഞപ്പോഴാണ് ചൈനീസ് ന്യൂ ഇയർ അടുത്തിരിക്കുകയാണ് എന്ന് അവൾക്ക് ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ അവൾ വീട്ടിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി ഫോൺ എടുക്കുന്നു. പക്ഷെ ആ സമയത്ത് അവളുടെ അമ്മ വിളിക്കുന്നുണ്ട്. യുമായിട്ടുള്ള റിലേഷൻ എന്തായി എന്ന് ചോദിക്കാൻ തന്നെയാണ് അമ്മയും വിളിച്ചിരിക്കുന്നത്. അവൾ കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ട് ഒന്നും അമ്മ വിടാനുള്ള ഭാവമില്ല. അവസാനം എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് അവൾ പറയുന്നു. അമ്മ പക്ഷേ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. നീ പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്, പക്ഷെ ഇതുവരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനിത് വിശ്വസിക്കില്ല എന്നൊക്കെ അമ്മ പറയുന്നു. അവൾ പിന്നെയും ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഒരു ഫോട്ടോ അയച്ചു തരാൻ അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ കൂടുതലും സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നു. ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞ് അമ്മ വീണ്ടും മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നുണ്ട്. അവസാനം ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടി അവൾ നെറ്റിൽ നിന്ന് ഷിയാന്റെ ഒരു ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഇതാണ് അമ്മയുടെ ഭാവി മരുമകൻ എന്ന് മെസ്സേജ് അയക്കുന്നു. പക്ഷേ വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് അമ്മ തള്ളിക്കളയുകയാണ് ചെയ്തത്.
മാത്രമല്ല ഈ വീക്കെൻഡിൽ യുവുമായി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഷുയി മനസ്സിലോടെ അവനോട് ഡിന്നർ കഴിക്കാൻ ടൈം ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു വരുമ്പോഴാണ് അതുവരെ അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്ന ഷിയ ഉണ്ടെന്ന് അവളെ കണ്ടത്. അവളുടെ മുഖം കണ്ടപ്പോൾ എന്താ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി എന്താണ് കാര്യമെന്ന് ചോദിച്ച് അവൾ അടുത്തേക്ക് ചെല്ലുന്നു. ഷുയി പ്രശ്നത്തെക്കുറിച്ച് അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ആളാരാണെന്ന് ഷിയയ്ക്ക് ഇപ്പോഴും അറിയില്ല. വീക്കെൻഡിൽ ഷിയയ്ക്കൊപ്പം സ്പായിൽ പോകാൻ ഷുയി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഡിന്നറിന് കൂടി വരാൻ അവൾ ഷിയെ നിർബന്ധിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ചാണ് ബ്ലൈൻഡ് ഡേറ്റിന് പോയത്. യു ആണ് അവളുടെ ബ്ലൈൻഡ് ഡേറ്റ് എന്നറിഞ്ഞ് ഷിയെ ശരിക്കും ഷോക്കാക്കുന്നു. അവൾ ഷുയിക്കൊപ്പം വരും എന്ന് അവനും തീരെ പ്രതീക്ഷിച്ചതല്ല. അവർ തമ്മിൽ പരിചയമുള്ളവരും ഷുയിക്ക് അറിയില്ലല്ലോ. അവൾ അവരെ തമ്മിൽ പരിചയപ്പെടുന്നു. രണ്ടുപേരും ആദ്യമായി കാണുന്ന പോലെ പരിചയപ്പെടുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ യു വളരെ താല്പര്യത്തോടെ ഷുയിയോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ 1-2 വാക്കിൽ മറുപടി ഒതുക്കുന്ന അവൻ ഇത്ര നന്നായി സംസാരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അവൻ അവളോട് താല്പര്യമുണ്ടെന്ന് ഷിയയ്ക്ക് മനസ്സിലാകുന്നു. അത് അവളെ വിഷമിപ്പിക്കുന്നുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് ഷിയാൻ അച്ഛനെ കാണാനായി പോരുന്നു. ഫുഡൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ കഴിക്കാൻ വിളിക്കുന്ന സമയത്താണ് അവൻ ഇപ്പോഴും മുമ്പ് ഡേറ്റ് ചെയ്തിരുന്ന ആക്ട്രസിനെ തന്നെയാണോ ഡേറ്റ് ചെയ്യുന്നതെന്ന് അച്ഛൻ ചോദിച്ചത്. പക്ഷേ അത് ആളുകൾ വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഒരു ജേർണലിസ്റ്റ് ആണെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഷിയെ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലാത്തതിനാൽ അവർ ഒരുമിച്ചിരുന്ന് അവളെ വിളിക്കുന്നുണ്ട്. അച്ഛന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഷിയെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നാണ് സംസാരിച്ചത്. മുത്തശ്ശനാണ് വിളിക്കുന്നതെന്ന് ധാരണയിൽ സീനിയറിനൊപ്പം ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുകയാണ് എന്നവൾ പറയുന്നു. ഷീ ബ്ലൈൻഡ് ഡേറ്റിന് പോയി എന്നറിഞ്ഞപ്പോൾ അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവൻ അടുത്തിരിപ്പുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഷിയെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. അവൾ തിരിച്ചപ്പോൾ ഷുയി വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. അവന് ഷിയെ ഇഷ്ടമാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും അവളെപ്പോലെയുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം. അവൾക്കിപ്പോൾ എന്നോട് റൊമാൻറ്റിക് ഫീലിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് ആദ്യം അവളുമായി ഫ്രണ്ട്സ് ആവാനാണ് എനിക്ക് താല്പര്യം എന്നവൻ പറയുന്നു. എനിക്ക് ചാൻസ് ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം എന്നവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ അതിനെന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഷുയി തിരിച്ചു വരുന്നതിനാൽ രണ്ടുപേരും ആ ടോപ്പിക്ക് അവസാനിപ്പിക്കുന്നു. ഷുയി അവൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയോ എന്നറിയാൻ വേണ്ടി അവളുടെ അമ്മ ആ സമയത്ത് മെസ്സേജ് അയക്കുന്നു. പോയി എന്നറിഞ്ഞപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല, അടുത്ത ആഴ്ച ഫുഡ് മാത്രം പോരാ, വേറെ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു എക്സിബിഷന് പോകുന്നതിനെ കുറിച്ച് അമ്മ പറയുന്നു. അവൾ അതിനെക്കുറിച്ച് അവനോട് സംസാരിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ ഞാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിക്കോളാം എന്ന് അവൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒഴിവാക്കി വിടുന്നതിനേക്കാൾ അത് സമ്മതിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ പിന്നെ വേറൊന്നും അമ്മ നിർബന്ധിക്കില്ല, അല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞ് പിന്നെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കും എന്ന് ഷിയെ ഉപദേശിക്കുന്നു. അത് ശരിയാണെന്ന് ഷുയിക്കും തോന്നിനാൽ എക്സിബിഷന് പോകാമെന്ന് തന്നെ അവൾ തീരുമാനിക്കുന്നു. അവൻ്റെ ഒപ്പം തനിച്ചു പോകുന്നതിന് മടി പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ കൂടി വരാമെന്ന് ഷിയെ ചാടിക്കയറി പറയുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി പോകാൻ തീരുമാനിക്കുന്നു. യു അവന്റെ വണ്ടിയിലാണ് ഷിയെ തിരികെ കൊണ്ടുവിട്ടത്. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുറെ നാളെ അവൾ സിംഗിൾ ആണോ എന്ന് അവൻ അന്വേഷിക്കുന്നു. ആണെന്നാണ് അവൾ പറഞ്ഞത്. മുമ്പുള്ള റിലേഷനിൽ അവൻ ചീറ്റ് ചെയ്തത് കാരണം അതൊരു റിലേഷനായി കണക്കാക്കുന്നതാണ് നല്ലത് എന്ന് അവൾ വിചാരിക്കുന്നു. ഇപ്പോഴും സിംഗിളായി തുടരുന്നതിന് കാരണം ഒരുമിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഇഷ്ടമായത് കൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അതും അവൾ സമ്മതിക്കുന്നു. നമ്മുടെ 2 കൂട്ടരുടെയും വീട്ടുകാർ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ തമ്മിൽ കോൺടാക്ട് ഉണ്ട്, പക്ഷേ കൂടുതൽ മനസ്സിലാക്കിയിട്ട് മാത്രമേ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങനെ ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്നവൻ പറഞ്ഞപ്പോൾ അവൾക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ തീരുമാനിച്ചാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത്. സൂക്ഷിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ് അവനെ യാത്രയ്ക്ക് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടെ കാത്തു നിന്ന ഷിയാൻ അവളെ പുറകിൽ നിന്ന് വിളിച്ചത്. ആ സമയത്ത് അവനെ അവിടെ കണ്ട അവൾ ആകെ ഷോക്കായി എന്ന് പറയണ്ടല്ലോ. യു തന്നെ കൊണ്ടുവിട്ടതും യാത്രയാക്കുന്നതൊക്കെ അവൻ കണ്ടു കാണുമല്ലോ എന്നാണ് അവൾ ആദ്യം ചിന്തിച്ചത്. അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ അത് എൻ്റെ അമ്മയുടെ സഹപ്രവർത്തകയുടെ മകനാണ്, ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് വീക്കെൻഡിൽ വെറുതെ ഒന്ന് മീറ്റ് ചെയ്തേ ഉള്ളൂ എന്നവൾ പറയുന്നു. നിന്നെ കണ്ടിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ട് വരുന്ന പോലെ ഉണ്ടല്ലോ എന്നവൻ ചോദിച്ചപ്പോൾ ഇത് ഇവനെങ്ങനെ അറിഞ്ഞു എന്ന് അവൾ സംശയിക്കുന്നു. ഈ സമയത്താണ് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയത്. ആ വർഷത്തെ ആദ്യത്തെ മഞ്ഞാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒന്ന് എക്സൈറ്റഡ് ആകുന്നുണ്ട്. ഇഷ്ടം തുറന്ന് പറയും ഇതിൽ നല്ലൊരു അവസരം ഇല്ലെന്ന് തോന്നിയത് കൊണ്ടാകണം. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷിയാൻ കണ്ണടയൊക്കെ ഉരുമാറ്റിയിട്ട് അവളെ കിസ് ചെയ്യുന്നു. നീ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ത് ദശത്തോടെ ആണെങ്കിലും അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവൻ കിസ് ചെയ്തത്. ഷുയിക്ക് എതിർപ്പൊന്നുമില്ലെങ്കിലും അവൻ്റെ ആവേശം കുറച്ച് കൂടിയപ്പോൾ അവൾ പിന്മാറുന്നു. അസൂയ കാരണമാണോ അവൻ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അവനതിന് മറുപടിയും നൽകാതെ കണ്ണട തിരികെ വെക്കുന്നു. ഈ സമയത്താണ് അവൾക്കൊരു കോൾ വന്നത്. അവൾ മുമ്പ് പോയിട്ടുള്ള ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ നിന്ന് പുതിയൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ വീക്കെൻഡിൽ ടൈം ഉണ്ടോ എന്ന് അന്വേഷിച്ചാണ് വിളിച്ചത്. യുവിനൊപ്പം അന്ന് എക്സിബിഷന് പോകാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഷിയാൻ നിൽക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രീ ആണ്, ചെല്ലാമെന്ന് പറഞ്ഞ് സമ്മതിച്ചാണ് നമ്മൾ ഫോൺ വെച്ചത്. വീക്കെൻഡിൽ നീ അത്രയും ഫ്രീ ആണെങ്കിൽ എൻ്റെ കമ്പനിയെക്കുറിച്ച് എഴുതാൻ ഉദ്ദേശിക്കുന്ന സ്പെഷ്യൽ ഫീച്ചറിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കമ്പനിയിലേക്ക് വരാൻ അവൻ പറയുന്നു. അവൻ്റെ ഒപ്പം ഡേറ്റിന് പോകാൻ പറ്റിയാലോ എന്ന് ചിന്തിച്ചാണ് ഫ്രീ ആണെന്ന് അവൻ കേൾക്കെ അവൾ പറഞ്ഞത്. പക്ഷേ ഡേറ്റിന് പകരം ഓവർ ടൈം ചെയ്യാൻ വേണ്ടി അവൻ വിളിക്കുന്നത് കണ്ട് അവൾ ആദ്യം ഒന്ന് നിരാശയായെങ്കിലും എവിടെയാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ചല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. എന്തായാലും അങ്ങനെ രണ്ടുപേരും ഒഫീഷ്യലി റിലേഷൻഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഷുയി അവൻ്റെ കോട്ടിനിടയിലൂടെ കൈ ചേർത്ത് പിടിച്ചപ്പോൾ തണുക്കുന്നുണ്ടെങ്കിൽ കാറിനുള്ളിൽ പോയിരിക്കാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സുഖം കിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ നിൽക്കുന്നു. നീ എന്താണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? കുറേ നേരമായി ഇവിടെ കാത്തു നിൽക്കുകയാണ് എന്നൊക്കെ അവൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ മറുപടി നൽകുന്നതിന് മുമ്പ് അവളുടെ അമ്മ ഫോണിലേക്ക് വിളിക്കുന്നു. ഒരുപാട് സമയം തണുപ്പത്ത് നിൽക്കണ്ട, മുറിയിൽ പോയി അമ്മയോട് സംസാരിച്ചോളാൻ പറഞ്ഞ് അവൻ അവളെ അകത്തേക്ക് വിടുന്നുണ്ട്. അവൾ ഓൺലൈനിൽ നിന്ന് ഏതോ സെലിബ്രിറ്റിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ട് അത് ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞതാണ് എന്നാണ് അമ്മ കരുതിയിരിക്കുന്നത്. പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വാഭാവികമാണെന്ന് കരുതി ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ച് കയ്യെത്തുന്ന ദൂരത്തുള്ള നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തണോ? അതുകൊണ്ട് അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് വീക്കെൻഡിൽ യുവിനൊപ്പം എക്സിബിഷന് പോകാൻ നോക്കാൻ അമ്മ പറയുന്നു. ആലോചിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാം, തൽക്കാലം ഞാൻ ഫോൺ വയ്ക്കുകയാണെന്ന് പറഞ്ഞ് അവൾ കട്ട് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് റിമൂവ് ചെയ്യാനായി ചെന്നിട്ടപ്പോഴാണ് ഇന്ന് കുറച്ച് മേക്കപ്പ് കുറവായിരുന്നു എന്ന് അവൾക്ക് തോന്നിയത്. അവൾ കയറിപ്പോയ ശേഷവും കുറേ സമയം കൂടി അവിടെ നിന്ന ശേഷമാണ് ഷിയാൻ മടങ്ങിയത്. ഷിയാൻ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അടുത്ത ആഴ്ച എക്സിബിഷന് പോകാനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ആ വിവരം യുവിനെ അറിയിക്കുന്നു. എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ അത് ഇട്ടുതരാം എന്ന് അവൻ പറഞ്ഞപ്പോൾ
അവൾ കുറച്ച് നിരാശയാകുന്നുണ്ട്. ആ സമയത്താണ് ഷിയാൻ മടങ്ങിയെത്തിയത്. അവന്റെ മൂഡ് കണ്ടപ്പോൾ നല്ല സന്തോഷത്തിലാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കാമെന്ന് കരുതി ചുണ്ടിൽ ലിപ്സ്റ്റിക്കിന്റെ പാടുണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ചുണ്ടു തുറക്കുന്നു. ഗസ്റ്റ് ചെയ്ത് ശരി തന്നെയാണ്, കിസ്സിങ് കഴിഞ്ഞ് വരികയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ നമ്പർ ഇറക്കിയതാണ് എന്ന് അവൻ മനസ്സിലായപ്പോൾ ദേഷ്യപ്പെടാതെ അവളുടെ തലയിലും തലോടി പോയിക്കണം ഉറങ്ങാൻ പറഞ്ഞ് അവൻ അകത്ത് കയറി പോകുന്നു. അങ്കിളിൽ കാര്യമായി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് അവൾ ഊഹിക്കുന്നു. അടുത്ത ദിവസം രാവിലെയും അവൻ വളരെ നല്ല മൂഡിലായിരുന്നു. ഓഫീസിൽ ചെന്നപ്പോൾ ഷുയും വളരെ നല്ല മൂഡിലാണ്. എല്ലാവർക്കും ഇതെന്താണ് പറ്റിയത് എന്ന് അവൾ അത്ഭുതപ്പെടുന്നു. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് പയ്യൻ ഫ്ലൈറ്റിൽ നിന്ന് ഷുയി എഴുതിയ ഷിയാന്റെ ഇന്റർവ്യൂ വായിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. ഇന്റർവ്യൂ അവന് വളരെ ഇഷ്ടപ്പെടുന്നതിനാൽ അവളുടെ പേര് അവൻ പ്രത്യേകം നോട്ട് ചെയ്യുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.